എല്ലാവർക്കും നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മകൻ്റെ വക ഒരു വീഡിയോ ആണ്. അവൻ ഇരിഞ്ഞാലക്കുട, നമ്മുടെ സ്വന്തം ഇരിഞ്ഞാലക്കുട ടൗണിൽ വെളുപ്പിന് പോയി കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെയാണെന്ന് പറയാം നാട്ടിൽ. അപ്പോൾ ആ മഴയത്ത് അവൻ വെളുപ്പിന് ചന്തയിൽ പോയതാണ്. ചന്തയിൽ പോയതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇരിഞ്ഞാലക്കുട ചന്ത ദിവസം പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരിക്കും. പക്ഷേ ചന്ത ഇല്ലാത്ത ദിവസം ഇരിഞ്ഞാലക്കുട ടൗണിൽ പോയി അതിൽ അങ്ങനെ കറങ്ങി വരുന്ന വീഡിയോ, നമ്മുടെ നാട്ടിലെ റോഡുകളും മഴയത്തുണ്ടായിരുന്ന കുറേ സംഭവങ്ങളൊക്കെ വെറുതെ കാണാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? കണ്ടു നോക്കൂ. ഇത് രാവിലെ ഇരിഞ്ഞാലക്കുട ചന്തയിലെ ഒരവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ത ദിവസം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുള്ളായിട്ട് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഉള്ള കച്ചവടമാണ്. പക്ഷേ ഇത് ചന്ത ദിവസം അല്ലാത്തതുകൊണ്ട് അവിടെ അധികം ആളുകളില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വണ്ടികളൊക്കെ വന്ന് തീരെ നമുക്ക് അതിനുള്ളിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇരിഞ്ഞാലക്കുട ചന്തയിൽ. അപ്പോൾ ഇവിടെ ചന്തയിൽ വന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അന്ന് വലിയ ഇതുണ്ടായില്ല. പക്ഷേ ഈ കട എപ്പോഴും തുറന്നിരിക്കും, മറ്റുള്ള കടകളൊക്കെ അടച്ചിട്ടിരിക്കും. ഇതൊക്കെ ഏകദേശം 10 മണിയാകുമ്പോഴേക്കും ഓരോന്നോരോന്ന് തുറക്കും. പക്ഷേ ചന്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഉണ്ടാവുന്ന കായ്കറികൾ എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കും. അതുപോലെ കായക്കൊല, എല്ലാത്തരം കായക്കൊല ഉണ്ടാവും, എല്ലാ പച്ചക്കറികളും ഉണ്ടാവും ഇവിടെ. അത് ഇതല്ലേ കായക്കൊല, ഇതൊക്കെ പേഴ്സണലായിട്ട് വരുന്ന കായക്കൊലകളാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ആ റോട്ടിൽ കൂടെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോത്തിറച്ചി കിട്ടും. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ പോത്തിറച്ചി കിട്ടും. അതുപോലെ തന്നെ ആടിൻ്റെ ഇറച്ചി കിട്ടും. അതുപോലെ നമ്മുടെ പന്നി അത് കിട്ടും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതാണ് പോർക്കിറച്ചി, പോത്ത്, പോർക്ക്, കോഴി. റാഫേലേട്ടൻ ഇവർ ചേട്ടൻ അവരുടെ കടയാണത്. അതുപോലെ ആ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇതന്നെ പോത്ത്, അതുപോലെ ആട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഡാണാവ് വഴി നമ്മുടെ ഇതാണ് ഡാണാവിൽ കൂടെ പോകുന്ന റോഡ്. അവിടെ പുതിയൊരു ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല മഴയായതുകൊണ്ട് രാവിലെ ഒന്നും റോട്ടിൽ അധികം വണ്ടികളില്ല. പക്ഷേ റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിൻ്റെ ഐശ്വര്യം, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാ റോഡും പൊട്ടിപ്പൊളിഞ്ഞ് വണ്ടികളൊന്നും ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് ഡാണാവിൻ്റെ, ഇത് പഴയ റോഡാണ്. ഇത് ഇരിഞ്ഞാലക്കുട ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ആ റോഡിൽ കൂടെ നേരെ പോയി കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്ന അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിലേക്കാണ്. നന്ദിലത്തിൻ്റെ ഒരു ഷോറൂമുണ്ട് റൈറ്റ് സൈഡിൽ. കണ്ട കാലത്ത് തന്നെ പോകുന്ന ആനന്ദരാജ് പാലക്കാട് വണ്ടിയാണ് പോയത്. അവിടെ നിന്ന് പിന്നെ നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട സ്റ്റാൻഡുള്ളത്. രാവിലെയുള്ള ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചിലത് പോയിട്ടില്ല, ചിലത് ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ കുറേ ദൂരം അങ്ങനെ പോയി. പക്ഷേ ഇരിഞ്ഞാലക്കുടയിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ പഴയ കാല കെട്ടിടങ്ങളും അതുങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുള്ളത് കണ്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ടൗണൊക്കെ ഭയങ്കര ഡെവലപ്പായി, ബിൽഡിങ്ങുകളൊക്കെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ പിന്നെ നേരെ പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് കൂടൽമാണിക്യ ക്ഷേത്രം. കൂടൽമാണിക്യത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകുന്നതാണ് നമ്മുടെ കാട്ടൂർ. അതുപോലെ തന്നെ തൃപ്രയാറൊക്കെ പോകാവുന്ന റോഡിലേക്ക് നമ്മൾ ഇതിലേ തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഈ റോഡ് നേരെ പോകുന്നത്
കാട്ടൂരാണ്. രാവിലെ തന്നെ സ്കൂൾ ബസ്സുകൾ കൂടെ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുമ്പോഴാണ് കാട്ടൂർ പോകുന്ന റോഡ്. റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാൻഡിലേക്ക് വരാം. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ കാട്ടൂർ ജംഗ്ഷനെത്തും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഞങ്ങൾ ചെന്നത് നാട്ടികലാണ്. ഇതാണ് നാട്ടികയിൽ നമ്മുടെ യൂസഫ് അലിക്ക് പണിത പള്ളി, വലിയ പള്ളി, 10 കോടി രൂപ കൊടുത്ത് പണിത പള്ളി. അപ്പോൾ അതിലേ പോയി യൂസഫ് അലിക്കരുടെ വീടും കാര്യങ്ങളൊക്കെ തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഹൈവേയിൽ കയറി കഴിഞ്ഞപ്പോൾ NH 66 അവസ്ഥയാണ് ഇത് കാണുന്നത്. NH 66 ഏതിലേക്ക് വണ്ടി പോകണം, ഏതിലേക്ക് നമുക്ക് തിരിച്ചു പോകണം, ഇതൊന്നും ഒരു പിടിയില്ല. അല്ലാത്തൊരവസ്ഥയിലാണ് NH 66 അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പരമാവധി കുഴികളൊക്കെ വീണ്ടും തെളിഞ്ഞു വന്നു. ഇതാണ് കണ്ടോ, ഏതിലെ വണ്ടി പോകണമെന്നൊന്നും ആർക്കും ഒരു പിടിയില്ല. തോന്നിയ വഴി കൂടെ ഒക്കെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റിൽ കൂടെ പോകുന്നുണ്ട്, ലെഫ്റ്റിൽ കൂടെ പോകുന്നുണ്ട്. സർവീസ് റോഡ് ഏതാ, ഹൈവേ ഏതാണ് ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പക്ഷെ ഗൾഫിലൊക്കെ ആണെങ്കിൽ വല്ല എന്താ പറയുക, ഒരു ബോർഡെങ്കിലും ഉണ്ടാവും. ഇത് തളിക്കുളം ആ ഭാഗമാണ് ഈ കാണുന്ന. തളിക്കുളത്തൊക്കെ കണ്ട ബിൽഡിങ്ങുകളൊക്കെ. ഇവിടെയൊക്കെയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടിയപ്പോൾ എല്ലാവരും മേടിച്ച് വെച്ചു. ഇനി ഇവർക്ക് വഴി കിട്ടുമോ എന്നുള്ളത് റോഡ് വന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ഇറങ്ങി. ഇതാണ് നമ്മുടെ MK ഗ്രൂപ്പ്, യൂസഫ് അലി ലുലു ഗ്രൂപ്പിൻ്റെ പുള്ളിയുടെ ഹെലിപ്പാഡും അതുപോലെ തന്നെ ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളും. പണ്ട് ഇൻ്റർവ്യൂ നടന്നിരുന്ന ഏരിയയാണ്. അതാണ് ഈ കമ്പനി, പഴയ കോട്ടൺ മില്ല്. ഇവിടെ നാട്ടിൽ ഇവിടെയാണ് ലുലുവിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ മാറ്റി. പക്ഷേ പുള്ളിയുടെ ഹെലിപ്പാഡൊക്കെ ഇവിടെയാണ്, വീടിൻ്റെ തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് യൂസഫ് അലിക്കയുടെ വീടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെയാണ് ഈ ഹൈവേ പോണത്. NH 66 കടത്ത് പോണത്. നേരെ പോയി കഴിഞ്ഞാൽ NH 66 പനവേൽ മുതൽ കന്യാകുമാരി വരെ പോകുന്ന റോഡാണ്. പക്ഷെ ഇവിടെയൊക്കെ പണി കഴിഞ്ഞാൽ ഭയങ്കര ഡെവലപ്പായി വരും എന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ധൃതിയിൽ പണി നടക്കുന്നുണ്ട്. പക്ഷെ ഓരോ സൈഡിൽ പൊളിയുന്നുണ്ട്. അപ്പോൾ എത്ര ക്വാളിറ്റിയിലാണ് ഇത് പണിയെന്നൊന്നും ആർക്കും ഒരു പിടിയില്ല. പല സ്ഥലത്തും ഹൈവേ പണിതിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ ഒരവസ്ഥയുണ്ട്. എന്തായാലും കുറേ ഭാഗമൊക്കെ പണി കഴിഞ്ഞതൊക്കെ ഇത്തിരി വൃത്തിയുണ്ട്. ഇതാണ് നാട്ടിക ജംഗ്ഷൻ. ഈ നാട്ടിക ജംഗ്ഷനിൽ നിന്ന് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് അലിക്കയുടെ വീടുള്ളത്. ഇതിൽ നേരെയാണ് ഹൈവേ പോകുന്നത്. പക്ഷേ ഇത് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുന്നത് നമ്മൾ തൃപ്രയാർ ജംഗ്ഷനിൽ. കണ്ടില്ലേ റോഡിൻ്റെ അവസ്ഥ നോക്കി. ഈ റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് വണ്ടികളൊക്കെ ഇതിൽ ഓടിക്കുന്ന ഇത്രയും വലിയ വണ്ടികളൊക്കെ പോണതാ, ട്രെയിലർ. ഈ നേരെ ചെല്ലുന്നതാണ് തൃപ്രയാർ ജംഗ്ഷൻ. ഈ തൃപ്രയാർ ജംഗ്ഷനിലേക്ക് നമ്മൾ ഇപ്പോൾ എത്താൻ പോവുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ ബസ് സ്റ്റാൻഡൊക്കെ പൊളിച്ചു പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബസ് സ്റ്റാൻഡിൽ അധികം വണ്ടികളൊന്നും നിർത്താനുള്ള സൗകര്യമില്ല ഇപ്പോൾ. പഴയ ബസ് സ്റ്റാൻഡൊക്കെ പൊളിച്ച് ഇപ്പോൾ പുതുതായിട്ട് പണിയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ട്രാഫിക് ജാമൊക്കെ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊന്നും അകത്തിടാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് എല്ലാ വണ്ടികളും പുറത്തും ഒക്കെയാണ് ഇടുന്നത്. പിന്നെ അത് മാത്രമല്ല, തൃപ്രയാറിൽ നിന്ന് കിഴക്കോട്ട് പോകുന്ന റോഡിലൊരു പാലം പൊളിച്ചിട്ടിട്ട് കുറേ നാളായി. അത് ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ ബസ് സർവീസും എല്ലാം നിശ്ചലമായ ഒരു വിഷയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഇവിടെ നിന്ന് ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. തൃശ്ശൂർക്ക് പോകുന്ന വണ്ടി അവിടെ വരെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ആളുകൾ ഓപ്പോസിറ്റ് ഇറങ്ങി നടന്ന് അവിടെ നിന്ന് അടുത്ത വണ്ടിയിൽ കയറി പോകുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ബസ് സർവീസ് നടത്തുന്ന എല്ലാവരും കൂടി
തീരുമാനിച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഓട്ടം എന്ന് പറയാം. ഇതാണ് തൃപ്രയാർ ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വൈമാൾ. കാരണം ലുലു മാൾ എന്നല്ല അവിടെ പേര് കൊടുത്തിട്ടുള്ളത്, വൈമാൾ. ഇത് നമ്മുടെ മണപ്പുറത്തിൻ്റെ ഹെഡ് ഓഫീസാണ് ഈ കാണുന്നത്. കാരണം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം മണപ്പുറം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഹൈവേ സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ശരിക്കും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു വീഡിയോ. എന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു രാവിലെ. അപ്പം അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇതിലേ പോകുന്ന വണ്ടികളൊക്കെ അത്രയും വലിയ വണ്ടികളാണ്. പക്ഷെ റോഡ് പണി കഴിയാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. കാരണം ആക്സിഡൻറ്റും ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ ഈ NH 66 എന്ന് എഴുതി വെച്ചതുകൊണ്ട് എല്ലാ വലിയ വണ്ടികളും ഇതിലാണ് ഇപ്പോൾ കയറി വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ ഇരിഞ്ഞാലക്കുടക്കാരൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോ. അപ്പോൾ നമ്മുടെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. ഇന്നച്ചൻ മരിച്ചുവെങ്കിലും ഇന്നച്ചൻ്റെ ചെറുമകൻ അതേ ക്യാരക്ടറൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത ദിവസം ആ വിശേഷങ്ങൾ കൂടി കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.